വെൽക്കം ടു CK മല്ലൂസ്. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഷെറിന്റെ ഫ്രണ്ട് ആഫിയയ്ക്ക് ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. ബോക്സും സോജിയും കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വാതിൽ തുറന്നാരോ അകത്തേക്ക് വരുന്നത് കണ്ട് രണ്ടുപേരും ഞെട്ടി പിന്മാറുന്നിടത്താണ് ലാസ്റ്റ് എപ്പിസോഡ് അവസാനിച്ചത്. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് സംഗു ആയിരുന്നു അകത്തേക്ക് വന്നത്. അവരെ പോലെ തന്നെ ആകെ അമ്പരപ്പിലായിരുന്നു അവനും. പെട്ടെന്ന് അവൻ ഒന്നും പറയാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര തൊലിക്കാട്ടിയാണല്ലോ, സ്കൂളിൽ നിന്ന് ഇങ്ങനെ ചെയ്യാൻ എന്ന് പോകുന്ന കൂട്ടത്തിൽ അവൻ പിറുപിറുക്കുന്നുമുണ്ട്. ഇവനിങ്ങനെ പോയാൽ ശരിയാവില്ല, ആരോടെങ്കിലും ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ മൊത്തം കുളമാക്കുമെന്ന് പറഞ്ഞ് ബോക്സ് അവൻ്റെ പിന്നിലെ ഓടിച്ചവനെ വിളിച്ചു തീർന്നു. അവനെ മാറ്റിയിരുത്തി സംസാരിച്ചപ്പോൾ ക്ലാസ്സിൽ മറന്നു വെച്ച ഫോൺ എടുക്കാൻ വേണ്ടിയാണ് അവൻ ആ സമയത്ത് അവിടേക്ക് മടങ്ങിയെത്തിയത് എന്ന് ബോക്സും അറിയുന്നു. നേരത്തെ കണ്ടതിനെക്കുറിച്ച് വേറെ ആരോട് പറയരുതെന്ന് ബോക്സും മടിച്ച് അവനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ കണ്ടത് തെറ്റിയതൊന്നുമല്ല അല്ലേ, മറ്റുള്ളവരോട് പറയാതിരിക്കുന്നതിനെക്കുറിച്ച് നിന്റെ പെരുമാറ്റം എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ ആലോചിക്കാം എന്നൊരു ചെറു ചിരിയോടെ പറഞ്ഞിട്ട് ബോക്സുവിന്റെ തോളിൽ തട്ടി സംഗു എഴുന്നേറ്റ് പോകുന്നു. രാത്രി സ്കൂളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും ഞാനിനി എന്ത് ചെയ്യും, മറ്റു കുട്ടികളോടൊക്കെ അവനിത് പറഞ്ഞാലോ, നീ എന്തിനാണ് ആ സമയത്ത് കെട്ടിപ്പിടിച്ചത് എന്നൊക്കെ പറഞ്ഞ് സോജിയോ ബോക്സിന്റെ മുന്നിലിരുന്ന് പരാതി പറയുകയാണ്. നീ അത്രയ്ക്ക് വിഷമിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ നിന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയല്ലേ ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് ബോക്സ് ചോദിച്ചപ്പോൾ ആശ്വസിപ്പിച്ചാൽ മാത്രം പോരായിരുന്നോ, അതിൽ കെട്ടിപ്പിടിക്കണമായിരുന്നു എന്നൊക്കെ ചോദിച്ചവൾ വീണ്ടും ദേഷ്യപ്പെടുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. നീ വിഷമിക്കേണ്ട, ഞാൻ അതിൻ്റെ പരിഹാരം കാണാമെന്ന് ബോക്സ് പറയുന്നു. എങ്ങനെയെന്നവൾ ചോദിച്ചെങ്കിലും അവനത് പറയുന്നില്ല. അടുത്ത ദിവസം ക്ലാസ്സിലെത്തിയ ഉടൻ ബോക്സ് സംഗുവിൻ്റെ അടുത്തെത്തി തല്ലുണ്ടാക്കാൻ എന്നോണം തൊട്ടടുത്തുള്ള മേശയൊക്കെ ചവിട്ടിത്തെറിപ്പിച്ച് ഉച്ചത്തിൽ സംഗുവിനെ വിളിക്കുന്നു. ഡെസ്കിൽ തലവെച്ചുറങ്ങുകയായിരുന്ന സംഗുവും മറ്റു കുട്ടികളുമൊക്കെ എന്താണ് സംഭവമെന്ന് മനസ്സിലാക്കാതെ ബോക്സുവിനെ നോക്കുന്നു. സംഗുവിനോട് പുറത്തേക്ക് വരാൻ പറഞ്ഞ് ബോക്സ് തിരിഞ്ഞു നടന്നപ്പോൾ സംഗു എഴുന്നിട്ടില്ലെങ്കിലും അവൻ്റെ രണ്ട് വാലുകളും എഴുതിയിട്ട് ബോക്സിൻ്റെ പുറകെ ചെല്ലാൻ തുടങ്ങുന്നു. സംഗു അല്ലാതെ വേറെ ആരും വരണ്ട എന്ന് പറഞ്ഞ് ബോക്സ് തിരിഞ്ഞു നിന്നപ്പോൾ ഞങ്ങളൊരു സെറ്റാണെന്ന് അറിയില്ലേ, ഞങ്ങൾ ഒരുമിച്ച് എവിടെയും പോകാറുള്ളൂ എന്ന് അവർ പറയുന്നു. ബോക്സ് അടുത്തുണ്ടായിരുന്ന കസേരയൊക്കെ ഒന്നുകൂടി തട്ടി ദൂരത്തേക്ക് എറിഞ്ഞിട്ട് ദേഷ്യത്തിൽ വരണ്ട എന്നല്ലേ ഞാൻ പറഞ്ഞത്, എനിക്ക് സംഗുവിനോട് സ്വകാര്യമായി ഒന്ന് സംസാരിക്കണം, എഴുന്നേറ്റ് വാ സംഗു എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു. എന്തോ വലിയ പ്രശ്നമുണ്ടല്ലോ എന്ന അർത്ഥത്തിൽ ഇന്നുഹോയും അവിടേക്ക് നോക്കുന്നുണ്ട്. ഇത്രയും സീനൊക്കെ ഉണ്ടാക്കി ബോക്സ് സംഗുവിനെ കൊണ്ട് പോയത് എവിടേക്കാണെന്നറിയാമോ? കഫ്തീരിയയിലേക്ക്. അവിടെ എത്തിയപ്പോൾ ഇംഗ്ലീഷ് മാത്രം അറിയാവുന്ന കടക്കാരനോട് ബോക്സിന് ടെൻഷൻ കാരണം ഓർഡർ ചെയ്യാൻ കഴിയുന്നില്ല. സംഗു അത് കണ്ട് അയ്യേ എന്ന മട്ടിൽ അവനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. 3 ബർഗറും പിന്നെ നിനക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതും ഓർഡർ ചെയ്തോളാൻ ബോക്സ് സംഗുവിനോട് പറയുന്നു. എന്തിനാണിത് ചെയ്യുന്നത് എന്ന് ഞാൻ ചോദിക്കില്ല, എനിക്ക് വേണ്ടതൊക്കെ ഓർഡർ ചെയ്തോട്ടെ എന്ന് സംഗു ഒന്നുകൂടി ചോദിക്കുന്നു. ചെയ്തോളാൻ ബോക്സ് വാങ്ങി കാണിക്കുന്നതിനാൽ സംഗു തനിക്ക് വേണ്ട സാധനങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ പറയുന്നു. എല്ലാത്തിൻ്റെയും 3 എണ്ണം വീതം എടുത്തോളാനും പറയുന്നു. അവൻ ഇംഗ്ലീഷ് ഈസിയായി പറയുന്നത് കൊണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് ബോക്സ്. നീ ഇവിടെ വരുന്നതിന് വേണ്ടി മാത്രം ഇത്രയും ഇംഗ്ലീഷൊക്കെ കാണാതെ പിടിച്ച് വെച്ചിരിക്കുകയാണെന്ന് ബോക്സ് അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട്. ഇത് വെറും ബേസിക് ഇംഗ്ലീഷ് ആണല്ലോ എന്ന് സംഗു ആത്മകഥം പോലെ പറയുന്നു. വാങ്ങിയതൊക്കെ കഴിക്കാനായി മാറിയിരുന്നപ്പോൾ നീ കണ്ടതൊന്നും സത്യമല്ല എന്ന് ആദ്യം പറയാൻ തുടങ്ങിയെങ്കിലും സത്യം തന്നെയാണ്, ഞങ്ങൾ തമ്മിൽ 9 വർഷമായി ഇഷ്ടത്തിലാണ് എന്നവൻ സമ്മതിക്കുന്നു. മുതിർന്നവരായ ഞങ്ങളുടെ കാര്യത്തിൽ നീ ഇടപെട്ട് കുളമാക്കരുത്, ഇതൊരു രഹസ്യമായി സൂക്ഷിക്കണം എന്നൊക്കെ ബോക്സ് വീണ്ടും അവനോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ എന്നോട് പെരുമാറുന്നതനുസരിച്ച് ഞാൻ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം എന്ന് സംഗു പറഞ്ഞപ്പോൾ മുതിർന്ന ഒരാൾ ഇങ്ങനൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ ഒന്നും നോക്കാതെ സമ്മതിക്കാനുള്ളതിന് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ബോക്സ് കുറച്ച് അസ്വസ്ഥതയോടെ ചോദിക്കുന്നു. ചേട്ടൻ ഇങ്ങനെയൊക്കെ വീണ്ടും പറയുമ്പോൾ എനിക്ക് എല്ലാവരോടും ഇതിനെക്കുറിച്ച് പറയാൻ തോന്നിപ്പോവുകയാണെന്ന് സംഗു പറയുന്നു. പെട്ടെന്ന് ബോക്സ് ദേഷ്യമൊക്കെ മാറ്റി വിനയത്തോടെ അവർ കഴിക്കാൻ വായിലേക്ക് വെച്ചു കൊടുക്കുന്നു. വെള്ളം കുടിപ്പിക്കാൻ തുടങ്ങുന്നു. മൊത്തത്തിൽ സോപ്പിടിയിൽ തന്നെ. മിസ്റ്റർ പാർക്കാണ് IV ക്ലാസ്സിൽ പഠിപ്പിക്കാനെത്തിയപ്പോൾ അവിടുത്തെ കുട്ടികളാരും തന്നെ അദ്ദേഹത്തിൻ്റെ ക്ലാസ് കേൾക്കാൻ തയ്യാറില്ലാത്ത വിധം പ്രതിഷേധം പ്രകടിപ്പിച്ചിരിക്കുന്നു. എല്ലാവർക്കും ഇത് എന്ത് പറ്റിയെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അത് സാറ് സ്വന്തം മനസ്സിനോട് തന്നെ ചോദിച്ചു നോക്കിയാൽ മതി എന്ന് ചേമിൻ മറുപടി നൽകുന്നു. ബ്രേക്ക് ടൈമിൽ സംഗുവും യങ്മിനും കൂടി വരാന്തയിലൂടെ മറ്റു കുട്ടികൾക്കൊപ്പം നടക്കുമ്പോൾ എതിരെ വന്ന ചേമിനും കൂട്ടുകാരും കൂടി യങ്മിനോട് മിസ്റ്റർ പാർക്കിന് എത്ര രൂപ കൈക്കൂലി നൽകിയാണ് നീ റിസൾട്ട് നിങ്ങൾക്ക് അനുകൂലമാക്കിയത് എന്ന് ചോദിക്കുന്നു. ടീച്ചർമാർക്ക് കൈക്കൂലി നൽകിയത് ഞാനല്ല, നീയാണ് എന്ന് യങ്മിൻ പറയുന്നു. എനിക്കൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്, ഇത്ര നാൾ പഠിച്ചു തന്നെയാണോ നീ നിന്റെ മാർക്ക് നിലനിർത്തിയത്, അതോ കൈക്കൂലി കൊടുത്താണോ എന്ന് യങ്മിൻ ചോദിക്കുന്നു. അത് കടന്ന് ചേമിൻ യങ്മിനെ അടിക്കുന്നു. യങ്മിനും വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ തിരിച്ചടിക്കുന്നു. രണ്ടുപേരും പിന്മാറാൻ തയ്യാറാകാൻ അടി മുറുകിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ എത്തിയ ബോക്സ് ഉടക്കി കയറി യങ്മിനെ പിടിച്ചു മാറ്റിയിട്ട് മതിയാക്കാൻ പറയുന്നു. അപ്പോഴേക്കും IV ക്ലാസ്സിൻ്റെ ക്ലാസ് ടീച്ചറും സോജിയോങ്ങും എല്ലാം വിവരം പറഞ്ഞ് അവിടേക്ക് എത്തിയിരുന്നു. സേഹോയും അവിടേക്ക് എത്തുന്നു. ആരോട് സംഭവം എന്താണെന്ന് ചോദിക്കാൻ പോലും നിൽക്കാതെ സേഹോ ബോക്സ് വീണ്ടും പ്രശ്നമുണ്ടാക്കിയെന്ന് ചോദിക്കുന്നു. ബോക്സും അല്ല, ചേമിനാണ് പ്രശ്നമുണ്ടാക്കിയതെന്ന് യങ്മിൻ പറഞ്ഞെങ്കിലും അവനോട് മിണ്ടാതിരിക്കാൻ ആംഗ്യം കാണിച്ചിട്ട് ബോക്സിനോട് ഇതിൻ്റെ റിപ്പോർട്ട് എഴുതിക്കൊണ്ട് വരാൻ സേഹോ പറയുന്നു. ഉടൻ തന്നെ സ്കൂൾ വയലൻസ് പ്രിവെൻഷൻ കമ്മിറ്റി വിളിപ്പിക്കുന്നതാണ് എന്ന് കൂടി പറഞ്ഞ് അവൻ തിരിഞ്ഞു നടക്കുന്നു. തന്നെ പ്രതിക്കൂട്ടിലാക്കിയാണ് സേഹോയുടെ ഉദ്ദേശമെന്ന് ബോക്സിന് മനസ്സിലാക്കുന്നുണ്ട്. സേഹോ തിരികെ ഓഫീസിനടുത്തെത്തിയപ്പോൾ 2 പ്രിൻസിപ്പാൾമാരും കൂടി വാതിൽക്കൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു അടിയുണ്ടായി എന്ന് ഞങ്ങൾ കേട്ടു എന്ന് പ്രിൻസിപ്പൽ പറഞ്ഞപ്പോൾ നിങ്ങൾ ഇപ്പോഴാണോ കേട്ടത്
എന്തായാലും വയലൻസ് പ്രിവെൻഷൻ കമ്മിറ്റി വിളിച്ചുകൂട്ടാനുള്ള ഏർപ്പാട് ചെയ്യാൻ പറഞ്ഞ് സേഹോ അകത്തേക്ക് കയറി പോകുന്നു. അവൻ പോയി കഴിഞ്ഞപ്പോൾ ഇവൻ 24 മണിക്കൂറും ഇങ്ങനെ സ്കൂളിൽ തന്നെ ചുറ്റി തിരിയാതെ ഈ പ്രായത്തിൽ വല്ല പെൺപിള്ളേർക്കൊപ്പം ഡേറ്റിന് പോയിക്കൂടെ എന്ന് രണ്ടുപേരും കൂടി സേഹോയെ കുറ്റം പറയുന്നുണ്ട്. ഇയാൾ എന്തിനാണ് എൻ്റെ ജോലി കൂടി ചെയ്യുന്നത്, ഇനി എന്നെ പിരിച്ചുവിടാൻ വല്ല ഉദ്ദേശമുണ്ട് എന്ന് പ്രിൻസിപ്പൽ പറഞ്ഞപ്പോൾ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല, പിരിച്ചുവിട്ടില്ലെങ്കിലും സാർ സ്വന്തമായി പിരിഞ്ഞു പോകുന്നതിന് ഫോഴ്സ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് വൈസ് പ്രിൻസിപ്പൽ പറയുന്നു. അത് കേട്ടതും എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞ് പ്രിൻസിപ്പൽ തൻ്റെ ജോലികൾ ചെയ്തു തീർക്കാനായി ഓടുന്നു. നിങ്ങളെ പറഞ്ഞു വിട്ടാൽ പിന്നെ ഞാനായിരിക്കും പ്രിൻസിപ്പൽ എന്ന് വൈസ് പ്രിൻസിപ്പൽ ചെറിയ അഹങ്കാരത്തോടെ പറയുന്നുണ്ട്. യങ്മിൻ്റെ ചുണ്ടിലെ മുറിവിൽ മരുന്ന് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഞരങ്ങുന്നത് കേട്ട് നിനക്ക് ഇത്രയല്ലേ പറ്റുള്ളൂ, ചേമൻ ആശുപത്രിയിൽ പോകേണ്ട അവസ്ഥയാണെന്ന് ഡോക്ടർ പറയുന്നു. ചേമൻ അത് വെറുതെ അഭിനയിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊപ്പം ഉണ്ടായിരുന്ന സംഘുവിൻ്റെ കൂട്ടുകാരികളിൽ ഒരാൾ പറയുന്നു. അതിനെക്കുറിച്ച് അറിയില്ല, സംഭവം അറിഞ്ഞുടൻ ചേമൻ്റെ അമ്മ ഇവിടെ എത്തി അവനെ നിർബന്ധിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്ന് ഡോക്ടർ പറയുന്നു. നീ ഇങ്ങനെ അടിയുണ്ടാക്കുന്ന കൂട്ടത്തിലൊന്നും ആയിരുന്നില്ലല്ലോ എന്നവർ യങ്മിനോട് ചോദിക്കുന്നു. ഇത്രനാളും നീ അവർക്കിടയിൽ അടിയുണ്ടാക്കാതെ എങ്ങനെ പിടിച്ചു നിന്നുവെന്ന് സംഘു ചോദിക്കുന്നു. ആരോടും അടിയൊന്നും ഉണ്ടാക്കരുതെന്ന് അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് കൊച്ചുകുട്ടികളെ പോലെ നിഷ്കളങ്കമായി യങ്മിൻ പറയുന്നത് കേട്ട് സംഘവും കൂട്ടരും അവനെ കളിയാക്കുന്ന പോലെ ചിരിക്കുന്നു. അവർ തനിക്കൊപ്പം നിൽക്കുന്നതിൽ യങ്മിനും സന്തോഷമാണ്. IB ക്ലാസ്സിൽ അവനില്ലാതിരുന്നതും ഇങ്ങനെയുള്ള ഫ്രണ്ട്സാണ്. യങ്മിനും സംഘവും കൂടി സോജിയോങ്ങിൻ്റെ അടുത്തെത്തി ആദ്യം തങ്ങളെ അടിച്ചത് ചേമനാണെന്ന് അറിയിക്കുന്നു. റിപ്പോർട്ട് എഴുതുമ്പോൾ അത് വ്യക്തമായി എഴുതിയിരിക്കണം, ഏറ്റവും പ്രധാനം അതാണ് എന്ന് പറഞ്ഞവൾ അവരെ പറഞ്ഞയക്കുന്നു. അവർ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ബോക്സ് അവിടേക്ക് വരുന്നുണ്ട്. നീ എന്തിനാണ് ഇതിനിടയിൽ കയറിയത് എന്ന് ചോദിച്ചവൾ അവൻ്റെ വഴക്ക് പറഞ്ഞെങ്കിലും അവനത് കാര്യമാക്കാതെ മിസ്റ്റർ പാർക്കിനെതിരെ ചേമൻ പറഞ്ഞത് ഞാൻ അറിഞ്ഞു, അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന് ചോദിക്കുന്നു. വിശദീകരണം നൽകാൻ സേഹോ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം ആകെ ടെൻഷനിലായിരിക്കാനാണ് സാധ്യത എന്നവൾ പറയുന്നു. അവൾ പറഞ്ഞതുപോലെ തന്നെ റിപ്പോർട്ട് എഴുതാനുള്ള പേപ്പറും കയ്യിൽ പിടിച്ച് ആകെ അസ്വസ്ഥനായിരിക്കുകയായിരുന്നു മിസ്റ്റർ പാർക്ക്. സ്റ്റാഫ് റൂമിലെത്തിയപ്പോൾ സോജിയോങ് അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അടിയുണ്ടാക്കിയതിനെക്കുറിച്ച് ഇരു ക്ലാസ്സുകളുടെയും വിശദീകരണങ്ങളുടെ റിപ്പോർട്ട് വായിച്ച ശേഷം വൈസ് പ്രിൻസിപ്പൽ ആകെ ദേഷ്യപ്പെട്ട് 2 ക്ലാസ് ടീച്ചർമാരെയും അടുത്തേക്ക് വിളിപ്പിച്ച് വൈൽഡ് ഫ്ലവർ ക്ലാസ് ആണ് ആദ്യം അടി തുടങ്ങിയത്, IB ക്ലാസ് ആണ് അടി തുടങ്ങിയതെന്ന് വൈൽഡ് ഫ്ലവർ ക്ലാസ്സും വാദിച്ചാൽ എന്ത് ചെയ്യുമെന്ന് രണ്ടുപേരോടുമായി ചോദിക്കുന്നു. രണ്ടുപേരും വാദിക്കാൻ തുടങ്ങുന്നു. അവസാനം സഹിയിട്ട് പ്രിൻസിപ്പൽ രണ്ടുപേരോടും തിരികെ പോയിരിക്കാൻ പറയുന്നു. ആരാണ് ആദ്യം തുടങ്ങിയതെന്ന് ഞാൻ തീരുമാനിക്കാമെന്നും പറഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. മിഞ്ചി എന്തോ ആവശ്യത്തിന് സ്റ്റാഫ് റൂമിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴേക്കും ബെല്ലടിക്കുന്നതിനാൽ ടീച്ചർമാർ എല്ലാവരും എഴുന്നേറ്റ് ക്ലാസ്സുകളിലേക്ക് പോകുന്നു. ആ സമയത്ത് IB ക്ലാസ്സിൻ്റെ ക്ലാസ് ടീച്ചർക്ക് ചേമിൻ്റെ അമ്മയുടെ കോൾ വരുന്നതിനാൽ അയാൾ ഏതോ ബുക്സ് IB ക്ലാസ്സിലേക്ക് ഒന്ന് എത്തിക്കാൻ മിഞ്ചിയെ ഏൽപ്പിച്ച് എനിക്ക് അത്യാവശ്യമായി സ്റ്റേഷൻ വരെ ഒന്ന് പോകണം എന്ന് പറഞ്ഞ് ധൃതിയിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നു. തിരക്കിനിടയിൽ കമ്പ്യൂട്ടർ ഓഫാക്കാൻ അയാൾ മറന്നിരുന്നു. അതിലേക്ക് നോക്കുന്ന മിഞ്ചി അതിൽ അടുത്ത മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന ഓരോ പരീക്ഷയുടെയും വിജയികളെ തീരുമാനിച്ച് എഴുതി വെച്ചിരിക്കുന്നതും അവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നതും അവൾ കാണുന്നു. അവൾ പെട്ടെന്ന് തന്നെ കയ്യിലുണ്ടായിരുന്ന പെൻഡ്രൈവ് കുത്തി അതെല്ലാം കോപ്പി ചെയ്തെടുക്കുന്നു. സ്കൂളിൽ നടന്ന അടിയിൽ കുറ്റക്കാരനായി കണ്ടെത്തിയിരിക്കുന്നത് യങ്മിനാണെന്നും അവൻ ശിക്ഷാ നടപടിക്ക് വിധേയനാകേണ്ടി വരുമെന്നും നോട്ടീസ് ബോർഡിൽ പതിച്ചിരിക്കുന്നത് കണ്ട ബോക്സും മറ്റു കുട്ടികളും സ്കൂൾ എന്തൊരു അനീതിയാണ് കാണിക്കുന്നത് എന്ന് തമ്മിൽ പറയുന്നു. എന്താണ് ഇതിൻ്റെ പ്രതിവിധി എന്ന് ബോക്സ് ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് ഫുൾ ടൈം ക്യാമറയും കയ്യിൽ പിടിച്ച് നടക്കാറുള്ള ക്ലാസ്സിലെ പയ്യൻ അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അവൻ പെട്ടെന്ന് എന്തോ ഐഡിയ തോന്നുന്നുണ്ട്. യങ്മിനെ കുറ്റക്കാരനായി വിധിച്ചതിൽ സോജിയോങ് പ്രിൻസിപ്പലിനോട് പരാതിപ്പെട്ടെങ്കിലും IB ക്ലാസ്സിലെ കുട്ടികളുടെ സാക്ഷിമൊഴിക്ക് പ്രാധാന്യം നൽകുകയേ പറ്റുകയുള്ളൂ. വൈൽഡ് ഫ്ലവർ ക്ലാസ്സിലെ കുട്ടികളെക്കാൾ ഇവർ മിടുക്കരായതിനാൽ അവരെ വിശ്വസിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പ്രിൻസിപ്പൽ അറിയിക്കുന്നു. അവൾ അവനെതിരെ പ്രതിഷേധിച്ചെങ്കിലും പ്രത്യേകിച്ചൊരു പ്രയോജനവും ഉണ്ടായില്ല. അപ്പോഴാണ് ഞാൻ ഇതിന് പരിഹാരം ഉണ്ടാക്കിക്കോളാം, വിഷമിക്കേണ്ടതെന്ന് പറഞ്ഞ് ബോക്സുവിൻ്റെ മെസ്സേജ് അവൾക്ക് വരുന്നത്. പഴയ ക്ലാസ്മേറ്റായ ടീച്ചർ മായയുടെ സഹായത്തോടെ ബോക്സു ബ്രോഡ്കാസ്റ്റിംഗ് റൂമിൻ്റെ താക്കോൽ കൈവശപ്പെടുത്തുന്നു. ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാലും നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ഇത് നേരിടാൻ ഞാൻ തയ്യാറാണ് എന്ന് ടീച്ചർമാർ പറഞ്ഞപ്പോൾ ബോക്സ് അവന് നന്ദി പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ടീച്ചർമായി 24 മണിക്കൂറും പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന മിസ് ജാങ് ബോക്സ് പോയതിന് തൊട്ടുപുറകെ ടീച്ചർ മായ്ക്കരികിലെത്തി നിങ്ങൾക്കിടയിൽ എന്താണ് നടക്കുന്നത് എന്ന് അന്വേഷിക്കുന്നു. ബോക്സ് വളരെ എനിക്ക് ഇഷ്ടമുള്ള ഫ്രണ്ടാണ് എന്നവൻ പറയാൻ വന്നത് മിസ് ജങ് മുഴുമിക്കാൻ സമ്മതിക്കാതെ അവൻ്റെ വായ പൊത്തിയിട്ട് എൻ്റെ ഫീലിങ്സ് നിങ്ങൾ സ്വീകരിക്കാതിരിക്കുന്നപ്പോൾ നിങ്ങൾ ഇത്തരക്കാരനായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞ് സെൻറ്റി അടിച്ച് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അവർ പോയി കഴിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞതിൻ്റെ അർത്ഥം ടീച്ചർ മായ്ക്ക് മനസ്സിലായത്. അങ്ങനെയല്ല കാര്യം എന്ന് പറഞ്ഞവൻ പുറകെ പോകുന്നുണ്ട്. വൈൽഡ് ഫ്ലവർ ക്ലാസ്സിലെ കുറേ കുട്ടികളെ ബോക്സു ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ബ്രോഡ്കാസ്റ്റിംഗ് മുറിക്കുള്ളിലേക്ക് കയറ്റി വിട്ടിട്ട് പുറത്ത് കാവൽ നിൽക്കുന്നു. കുറച്ചു മാറി സോജിയോങ്ങും കാവൽ നിൽക്കുന്നുണ്ട്. അകത്ത് കയറിയവരെല്ലാം എങ്ങനെയാണ് ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റം ഓൺ ആക്കേണ്ടതെന്ന് അറിയാതെ നിൽക്കുമ്പോൾ ഇൻഹോ മുന്നോട്ട് ചെന്ന് അതെല്ലാം ഓൺ ചെയ്യുന്നു. നിനക്കിതെങ്ങനെ അറിയാമെന്ന് സോറ ചോദിച്ചപ്പോൾ മിഡിൽ സ്കൂളിൽ വെച്ച് ഞാൻ ബ്രോഡ്കാസ്റ്റിംഗ് ക്ലബിൽ അംഗമായിരുന്നു എന്നവൻ പറയുന്നു. എല്ലാവരും അവനെ അഭിനന്ദിക്കുന്നുണ്ട്. ഇൻഹോ എല്ലാം ഓണാക്കി ഫോൺ കണക്ട് ചെയ്ത് അതിൽ നിന്ന് വീഡിയോ പ്ലേ ചെയ്യാൻ തുടങ്ങുന്നു. ആ സമയത്ത് മറ്റെന്തോ ആവശ്യത്തിന് കാരണം IB ക്ലാസ്സിലെത്തിയ മിഞ്ചി നൈസായി അവിടുത്തെ TV ഓണാക്കിയിട്ട് ഒന്നും അറിയാത്ത പോലെ ഇറങ്ങി വരുന്നു. ആദ്യം വന്ന വീഡിയോ ജയുവിൻ്റെ മുഖമുള്ളതായിരുന്നു. നീ എന്തിനാണ് ഇത് പ്ലേ ചെയ്തത്? ഇത് കണ്ടാൽ കുട്ടികളുടെ വിശപ്പ് കൂടി ഇല്ലാതാവും എന്നൊരു കുട്ടി ഇൻഹോയോട് പറയുന്നുണ്ട്.
അടുത്തതായിരിക്കും നമുക്ക് വേണ്ട വീഡിയോ എന്ന് പറഞ്ഞ് ഇൻഹോ അത് മാറ്റി പ്ലേ ചെയ്യുന്നു. യങ്മിൻ ഇപ്പോൾ തുടർച്ചയായി കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതിനാൽ ഈ അവസരം മുതലെടുത്ത് അവനെ ട്രാൻസ്ഫർ ചെയ്യിക്കാൻ സേഹോ പ്രിൻസിപ്പൽമാർക്ക് നിർദ്ദേശം നൽകുന്നു. ചേമിന് ശിക്ഷയൊന്നും നൽകേണ്ടേ എന്ന് വൈസ് പ്രിൻസിപ്പൽ ചോദിച്ചപ്പോൾ അവൻ നമ്മുടെ സ്കൂളിലെ ഏറ്റവും മിടുക്കനായ സ്റ്റുഡൻ്റ് അല്ലേ എന്നാണ് സേഹോ മറുപടി നൽകിയത്. വൈൽഡ് ഫ്ലവർ ക്ലാസ്സിലെ കുട്ടികളെ മുഴുവൻ ട്രാൻസ്ഫർ ചെയ്യിക്കുന്ന കാര്യം സാർ സീരിയസ് ആയി തന്നെ പറഞ്ഞതാണോ? സാറിൻ്റെ അമ്മയ്ക്ക് അതിനെക്കുറിച്ച് അറിയാമോ എന്ന് പ്രിൻസിപ്പൽ ചോദിച്ചപ്പോൾ അമ്മ ഇതിനെക്കുറിച്ച് അറിയുമ്പോൾ എന്നെ അഭിനന്ദിക്കുകയുള്ളൂ. അവർ പോയി കഴിയുമ്പോൾ സ്കൂളിൻ്റെ ശരാശരി മാർക്ക് മൊത്തത്തിൽ ഉയരില്ലേ എന്ന് സേഹോ ചോദിക്കുന്നു. മുമ്പ് ആ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ സ്പെഷ്യൽ ക്ലാസ് ഒക്കെ അറേഞ്ച് ചെയ്തതല്ലേ, പിന്നെ ഇപ്പോൾ ഇങ്ങനൊരു മാറ്റം വരാൻ എന്താണ് കാര്യമെന്ന് പ്രിൻസിപ്പൽ ചോദിച്ചപ്പോൾ ഞാൻ റിജക്റ്റ് ചെയ്യപ്പെട്ടു എന്ന് സേഹോ പറയുന്നു. അവർ അമ്പരപ്പോടെ എന്താണ് സാർ പറഞ്ഞത് എന്ന് വീണ്ടും ചോദിച്ചപ്പോൾ പുറത്തുനിന്ന് ലെക്ചർമാരെ കൊണ്ടുവരാനുള്ള ഐഡിയ റിജക്റ്റ് ചെയ്യപ്പെട്ടു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനിയിപ്പോൾ ഇതല്ലാതെ മറ്റു വഴിയില്ല എന്ന് സേഹോ പറയുന്നു. ആ സമയത്താണ് ഐവി ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ ഓടിക്കിതച്ച് അവിടേക്ക് ഇടിച്ചു കയറി വന്നത്. അത്യാവശ്യമായി TV ഒന്ന് ഓൺ ചെയ്യാൻ പറയുന്നത്. അവർ ഓണാക്കുമ്പോൾ കണ്ടത് ചേമിൻ ആദ്യം യങ്മിനെ ഇടിക്കുന്ന സീനാണ്. വൈസ് പ്രിൻസിപ്പൽ ഉടനെ ബ്രോഡ്കാസ്റ്റിംഗ് തടയാൻ ബ്രോഡ്കാസ്റ്റിംഗ് റൂമിലേക്ക് ഓടുന്നു. അയാൾ വരുന്നത് ദൂരെ നിന്ന് കണ്ടപ്പോഴേ സോജിയൻ ബോക്സിന് മുന്നറിയിപ്പ് നൽകിയിട്ട് ഒളിച്ചു നിൽക്കുന്നു. ബോക്സും അദ്ദേഹത്തെ അകത്തേക്ക് കയറ്റാതെ വാതിൽ തടഞ്ഞ് കെട്ടിപ്പിടിച്ച് സാറിന് എന്തത്ര ഇഷ്ടമായിരുന്നു എന്നൊക്കെ ചോദിച്ച് കുറേ സമയം കൂടി അവിടെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു. അപ്പോഴേക്ക് സ്പെയർ കീയുമായി ഐവി ക്ലാസ്സിൻ്റെ ക്ലാസ് ടീച്ചറും അവിടെ എത്തി അത് അവർക്കടുത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്നു. വൈസ് പ്രിൻസിപ്പൽ അതെടുക്കുന്നതിന് മുമ്പ് എവിടെ നിന്നാണെന്ന് അറിയില്ല സ്വീപ്പറായ ലീജിയൻ അവിടെ എത്തി ഒന്നും അറിയാതെ താക്കോലും തൂത്തുവാരിയെടുത്ത് ചവിറ്റുകുട്ടയിലേക്ക് ഇട്ട് മുന്നോട്ട് നടക്കുന്നു. അത് തപ്പി 2 സാറുമാരും കൂടി അവന് പുറകെ പോകുന്നു. നന്നായി എന്ന അർത്ഥത്തിൽ ബോക്സ് അവന് കൈ കാണിക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് വീഡിയോ മുഴുവനും കുട്ടികളെല്ലാം കണ്ടിരുന്നു. വൈസ് പ്രിൻസിപ്പൽ സോജിയോനെ വിളിപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ടീച്ചറിൻ്റെ കാര്യം നേരിട്ട് ഞങ്ങളെ അറിയിച്ചാൽ പോരായിരുന്നു, ഇങ്ങനൊരു സീൻ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് ചോദിച്ച് അദ്ദേഹം അവൾ വഴക്ക് പറയുന്നു. അതുതന്നെയാണ് സാർ എനിക്കും പറയാനുള്ളത്. ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ ഈ കാര്യം സാറിനെ അറിയിച്ചേനെ. അവർ എന്നോടും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല. അവർ എന്നെയും ചതിച്ചതുപോലെയാണ് എനിക്കും തോന്നിയത്. ഞാൻ അവർക്ക് നല്ല പെനാൽറ്റി പോയിന്റ്സ് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് സോജിയോങ് തകർത്തഭിനയിക്കുന്നു. വാസ്തവത്തിൽ ആ വീഡിയോ ബോക്സു ആദ്യം കാണിച്ചത് അവളെ ആയിരുന്നു. അവൾ കൂടി ചേർന്നാണ് അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ബോക്സു അവളോട് ഫ്രണ്ടിനോടൊന്നും സംസാരിക്കുന്നത് കേട്ട് ഒരു കുട്ടി അതിന് കാരണം തിരക്കിയപ്പോഴാണ് 2 പേർക്കും അബദ്ധം മനസ്സിലായത്. ബോക്സു പെട്ടെന്ന് എഴുന്നേറ്റ് നിന്ന് സോറി ടീച്ചർ എന്ന് പറയുന്നുണ്ട്. ആ രംഗം പുറത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സോജിയോങ് വീണ്ടും പ്രിൻസിപ്പലിൻ്റെ ഗർജനം കേട്ടപ്പോഴാണ് തിരിച്ചു വന്നത്. പെനാൽറ്റി പോയിന്റ്സ് മാത്രം നൽകിയത് കൊണ്ട് പ്രശ്നം തീരില്ല എന്ന് വൈസ് പ്രിൻസിപ്പൽ പറഞ്ഞപ്പോൾ അത് ശരിയാണ്, അപ്പോൾ ചേമിനും പെനാൽറ്റി പോയിന്റ് മാത്രം നൽകിയാൽ പോരാ അല്ലേ സാർ എന്ന് അവൾ വളരെ നിഷ്കളങ്കമായി ചോദിക്കുന്നു. പണിയാണെന്ന് മനസ്സിലായതിനാൽ വൈസ് പ്രിൻസിപ്പൽ ബുദ്ധിപൂർവ്വം കുട്ടികൾ തമ്മിൽ എന്തോ പറഞ്ഞൊരു തർക്കമുണ്ടായതിന് എന്തിനാണ് വെറുതെ അവർക്ക് പെനാൽറ്റി പോയിന്റ്സ് ഒക്കെ നൽകി ശിക്ഷിക്കുന്നത്, അവരെ ഒന്ന് ഉപദേശിച്ചാൽ മതി എന്ന് അദ്ദേഹം പറയുന്നു. സോജിയോങ് ഒരു കള്ളച്ചിരിയോടെ അവിടെ നിന്ന് പോകുന്നു. വീഡിയോ കണ്ടതോടെ ചേമിൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ തന്നെ അവനെതിരെ അവിടെ ആയിരുന്ന് പിറുമുറുക്കാൻ തുടങ്ങുന്നു. അവൻ കാരണം തങ്ങളുടെ പ്രൈസ് കൂടി നഷ്ടപ്പെടുമോ എന്നുള്ളതായിരുന്നു അവരുടെ പേടി. ചേമിനപ്പോൾ എപ്പോഴും നടക്കാറുള്ള ഫ്രണ്ട് നീ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ എഴുതി കൊടുത്തത്, ഇതിൻ്റെ പേരിൽ എനിക്ക് പെനാൽറ്റി പോയിന്റ് കിട്ടുമോ എന്ന് ചേമിനോട് ചോദിക്കുന്നു. നിനക്ക് എങ്ങനെ ഇത് പറയാൻ തോന്നി എന്ന് പറഞ്ഞ് ചേമിൻ അവനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യങ്മിൻ അവിടേക്ക് കയറി വന്ന് ചേമിനോടായി ഇനി എന്ത് വേണമെന്ന് നിനക്ക് തന്നെ തീരുമാനിക്കാം. ഞങ്ങളുടെ കയ്യിൽ തെളിവായ വീഡിയോ ഉണ്ട്, അതുപയോഗിച്ച് നിന്റെ ഗ്രേഡ്സ് കുറയ്ക്കാൻ കഴിയും. അതല്ലേ നിൻ്റെയും നിൻ്റെ അമ്മയുടെയും ഏറ്റവും വലിയ ഭയം. എൻ്റെ ക്ലാസ്മേറ്റ്സിനെ ഇനി ശല്യം ചെയ്യരുത്. മാത്രമല്ല നീ നിൻ്റെ വൃത്തികെട്ട പണം ഉപയോഗിച്ച് വാങ്ങിയ അവാർഡ് ഞങ്ങൾക്ക് തിരിച്ചു തരണം. ഇത് നല്ലൊരു ഡീലല്ലേ എന്ന് യങ്മിൻ ചോദിക്കുന്നു. ചെമിൻ മറുപടി പറയാതിരിക്കുന്നത് കണ്ട് ഞാനിത് ഡീലായി എടുക്കുകയാണ് എന്ന് പറഞ്ഞ് യങ്മിൻ അവിടെ നിന്ന് പോകുന്നു. ബ്രോഡ്കാസ്റ്റിന് ഇറങ്ങി തിരിച്ച കുട്ടികൾ പരസ്പരം അഭിനന്ദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യങ്മിൻ തിരികെ ക്ലാസ്സിലെത്തിയത്. അവർ അവനെ കൈയടിച്ചാണ് ക്ലാസ്സിലേക്ക് സ്വീകരിച്ചത്. കൂട്ടുകാരുടെ സപ്പോർട്ട് യങ്മിൻ വളരെയധികം സന്തോഷം നൽകുന്നുണ്ട്. ചെമിൻ പ്രൈസ് തിരികെ നൽകിയിരിക്കുന്നതിനാൽ അത് വൈൽഡ് ഫ്ലവർ ക്ലാസ്സിന് തന്നെ തിരികെ നൽകുകയാണ് എന്ന് പറഞ്ഞ് വൈസ് പ്രിൻസിപ്പൽ അത് സോജിയോങ്ങിനെ ഏൽപ്പിക്കുന്നു. സോജിയോങ്ങിന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നുന്നുണ്ടായിരുന്നു. മിസ്റ്റർ പാർക്കും അവളെ നോക്കി കണ്ണടച്ച് കാണിച്ചിട്ട് പുഞ്ചിരിക്കുന്നുണ്ട്. അവൾ ക്ലാസ്സിലെത്തി ബോക്സുവിനെയും യങ്മിനെയും സംഗുവിനെയും മുന്നിലേക്ക് വിളിപ്പിച്ച് അവരുടെ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നു. തങ്ങളുടെ ക്ലാസ്സിൽ ഇങ്ങനൊരു സംഭവം ആദ്യമായതിനാൽ കുട്ടികൾ ആവേശത്തോടെ കൈയടിക്കുകയും ആർപ്പുളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സോജിയോങ് തൻ്റെ നന്ദി ഒരു സ്റ്റിക്കി നോട്ടിൽ എഴുതി ഒട്ടിച്ച് ഒരു ഡ്രിങ്ക് മിസ്റ്റർ പാർക്കിന് സമ്മാനിക്കുന്നു. അദ്ദേഹം ആ പേപ്പർ അങ്ങനെയുള്ള നോട്ട്സ് സൂക്ഷിക്കാനുള്ള ഡയറിയിൽ ഒട്ടിച്ചു വെക്കുന്നു. എല്ലാം ഭംഗിയായി നടന്നതിന് സാറിനോടാണ് നന്ദി പറയേണ്ടത്. സാറിനെ പോലുള്ള ഒരു ടീച്ചറാകണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് സോജിയോങ് കത്തിൽ എഴുതിയിരുന്നു. മറ്റു കുട്ടികൾ തന്ന ഇതുപോലുള്ള നോട്ടുകളും മറ്റും അദ്ദേഹം നിധി പോലെ ആ ഡയറിയിൽ ഒട്ടിച്ച് സൂക്ഷിച്ചിരുന്നു. തികഞ്ഞ സംതൃപ്തിയോടെയും അഭിമാനത്തോടെയും ഡയറിയിലെ പേജുകൾ മറിച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പേജിൽ സേഹോയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പണ്ട് എഴുതി സൂക്ഷിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കണ്ണിലുടക്കിയത്. ദീർഘനാൾ വിദേശത്ത് പഠിച്ച സേഹോ സോജിയോങ് പരീക്ഷയിൽ 1ാം സ്ഥാനം നേടിയതിനു ശേഷം ആകെ അസ്വസ്ഥനാണ് എന്ന് അദ്ദേഹം അതിൽ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. അതിനുശേഷമുള്ള അപകടത്തെക്കുറിച്ചും അദ്ദേഹം അതിൽ എഴുതിയിരുന്നു. ബോക്സിനും സേഹോയ്ക്കുമൊപ്പം അദ്ദേഹം നിൽക്കുന്ന ഒരു ഫോട്ടോയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അതെടുത്ത് നോക്കിക്കൊണ്ട് സേഹോയ്ക്ക് അപകടമുണ്ടായ ദിവസം അദ്ദേഹം ഓർമ്മിക്കുന്നു. അദ്ദേഹം സേഹോയെ കാണാൻ ആശുപത്രി മുറിയിൽ നിൽക്കുമ്പോൾ അവിടേക്ക് വന്ന് അവൻ്റെ അമ്മയെ പുറത്തേക്ക് മാറ്റി നിർത്തി ബോക്സ് ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് അദ്ദേഹം പറയുന്നു.
എൻ്റെ മകൻ കള്ളം പറഞ്ഞതാണ് എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത് എന്ന് മാനേജർ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഉത്തരം മുട്ടുന്നുണ്ട്. ആ സംഭവം ഓർമ്മ വന്നപ്പോൾ അദ്ദേഹം ഡയറി തിരികെ മേശയിലേക്ക് തന്നെ വെക്കുന്നു. അന്ന് ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും പോകാൻ തുടങ്ങിയപ്പോൾ ഇന്ന് ആർക്കാണ് ക്ലീനിങ് ഡ്യൂട്ടി എന്ന ലീഡർ കൂടിയായി ബോക്സി ചോദിക്കുന്നു. എനിക്കാണെന്ന് സംഘു പറയുന്നത് കേട്ടപ്പോഴേക്കും അതുവരെ ഉറക്കം തൂങ്ങിയിരുന്ന ബോക്സ് ഉത്സാഹത്തോടെ ചാടി എണീച്ച് നീ വീട്ടിൽ വെക്കോ, ക്ലീനിങ് ഒക്കെ ഞാൻ ചെയ്തോളാമെന്ന് അറിയിക്കുന്നു. പോകുന്നതിന് മുമ്പ് ടീച്ചറെ കരയിക്കാൻ ഞാൻ എന്തായാലും ശ്രമിക്കില്ല എന്ന് സംഘു പറയുന്നു. നീ എന്തിനാണ് സോജിയോങ്ങിനെ കെയർ ചെയ്യുന്നതെന്ന് ബോക്സു ചോദിച്ചപ്പോൾ മനസ്സിലായില്ലേ, ഞാൻ നിനക്കൊരു എതിരാളിയാകാൻ സാധ്യതയുണ്ടെന്ന് ബോക്സുവിൻ്റെ തോളിൽ തട്ടി പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് പോകുന്നു. അവന് സോജിയോങ്ങിനെ ഇഷ്ടമാണെന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് ബോക്സുവിന് പതുക്കെയാണ് മനസ്സിലായത്. ക്ലീനിങ് കഴിഞ്ഞോ എന്ന് ചെക്ക് ചെയ്യാൻ വന്ന സോജിയോങ് ബോക്സു തനിച്ച് നിന്ന് ക്ലീൻ ചെയ്യുന്നത് കണ്ടപ്പോൾ കൂടെ ഉണ്ടാവേണ്ട ആൾ എവിടെയെന്ന് ചോദിക്കുന്നു. സംഘു ആണ് എന്ന് ബോക്സു പറഞ്ഞപ്പോഴേ അവൾക്ക് കാര്യം മനസ്സിലായി. നീ ക്ലീൻ ചെയ്ത് കഴിഞ്ഞോ എന്ന് അവൾ അവനോട് ചോദിച്ചപ്പോൾ ഞാൻ നല്ല വൃത്തിയായി ചെയ്ത് കഴിഞ്ഞു, മാത്രമല്ല ഡിബേറ്റിംഗ് കോൺടെസ്റ്റിൽ പ്രൈസും വാങ്ങിച്ചു, എന്നിട്ട് എനിക്ക് നീ വേറെ അവാർഡ് തരുന്നില്ലേ എന്ന് ചോദിച്ചവൻ അവൾക്കരികിലേക്ക് ചെല്ലുന്നു. അവൻ വരുന്നതനുസരിച്ച് പുറകോട്ട് വന്ന സോജിയോങ് അവസാനം ഭിത്തിയിലിടിച്ച് നിൽക്കുന്നു. അവൻ തൊട്ടടുത്തെത്തിയപ്പോൾ ഒരു നിമിഷം ഒന്ന് പതറിയെങ്കിലും അവൾ അവനെ തട്ടി മാറ്റിയിട്ട് നമ്മൾ സ്കൂളിലാണെന്ന് നീ മറന്നു, നീ യൂണിഫോമിലുമാണ് എന്നവൾ പറയുന്നു. അതൊരു പ്രശ്നമാണോ എന്ന് ചോദിച്ചവൻ അവളെ പിടിച്ച് കഥകിന് പുറകിലേക്ക് ചേർത്ത് നിർത്തി കിസ് ചെയ്യുന്നു. ബോക്സ് പെട്ടെന്ന് മതിയാക്കി പുഞ്ചിരിച്ചുകൊണ്ട് പിന്നിലേക്ക് മാറിയെങ്കിലും